മോദിയും മതവും ഇത് തമ്മിലുള്ള ബന്ധം എന്താണ്? ഏവർക്കും സ്വാഗതം. ഈ കാലത്ത് ഭാരതത്തിലെ രാഷ്ട്രീയമായ അന്തരീക്ഷം ശ്രദ്ധിക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉന്തി തള്ളിക്കയറി വരുന്ന ഒരു ചിന്ത, ഭാരതത്തിൻ്റെ ജനപ്രിയ പ്രൈം മിനിസ്റ്ററായ ശ്രീ നരേന്ദ്ര ദാമോദർ മോദി ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമാണോ, അതോ അർത്ഥദൈവമായ ഡെമിഗോഡ്, അർത്ഥദൈവം, പകുതി മനുഷ്യൻ പകുതി ദൈവം ആയ ഒരു ആധ്യാത്മിക കേന്ദ്രബിന്ദു കൂടെയാണോ? ഈ ചിന്ത പ്രത്യേകമായിട്ട് എൻ്റെ മനസ്സിൽ കടന്നു വരുന്നത് അയോധ്യ രാമക്ഷേത്രവുമായുള്ള സംഭവ വികാസങ്ങളിൽ കൂടെയാണ്. ആ വലിയ ആരാധന ആലയത്തിൻ്റെ ചാലകശക്തി ശ്രീ നരേന്ദ്രമോദി ആയിരുന്നു എന്നവർക്കും അറിയാം. എന്നാൽ അതിലുപരി അതിൻ്റെ ആധ്യാത്മിക ശക്തി കൂടെ അദ്ദേഹമാണ് എന്നത് ഭാരതത്തിലെ എല്ലാ പൗരന്മാരും സംശയലേശമെന്നെ തിരിച്ചറിയത്തക്ക വിധമാണ് ഈ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം നടന്നത് എന്ന് ഏവർക്കും ബോധ്യമുള്ളതാണ്. അത് ഞാൻ പ്രത്യേകിച്ച് തെളിയിക്കേണ്ട ആവശ്യമില്ല. രണ്ടാമതായി നാം മനസ്സിലാക്കേണ്ടത്, ഇന്ന് ഭാരതത്തിലെ രാഷ്ട്രീയ നിരീക്ഷകർ ഒന്നുപോലെ സമ്മതിക്കുന്ന, ഇതെൻ്റെ കണ്ടുപിടുത്തമല്ല, ഈ രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു എന്ന് മാത്രം. അവരെന്താണ് പറയുന്നത്? BJPക്ക് ഇപ്പോൾ കിട്ടുന്ന വോട്ടുകളിൽ കുറഞ്ഞത് 1/3 ശ്രീ നരേന്ദ്ര ദാമോദർ മോദിയുടെ വ്യക്തിപരമായ കരിസ്മ അല്ലെങ്കിൽ പോപ്പുലാരിറ്റി കൊണ്ട് വരുന്നതാണ്. അത് മോദിക്ക് കിട്ടുന്ന വ്യക്തിപരമായ സപ്പോർട്ടാണ്, വോട്ടാണ്. അതുകൊണ്ടാണ് മോദി എല്ലായിടത്തും പ്രസംഗിക്കുമ്പോൾ എനിക്ക് വോട്ട് ചെയ്യുക, എനിക്ക് വോട്ട് ചെയ്യുക, ഇന്നയാളാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥിയെങ്കിലും അവന് അല്ലെങ്കിൽ അവൾക്ക് കൊടുക്കുന്ന വോട്ട് നിങ്ങൾക്ക് എനിക്ക് തരുന്ന വോട്ടിന് തുല്യമാണ് എന്ന് അദ്ദേഹം പറയുന്നത്. അതിലൊരു വലിയ തത്വമടങ്ങിയിട്ടുണ്ട്. അതിനെപ്പറ്റി ഒരു ലേഖനവും ഇതുവരെ എഴുതപ്പെട്ടിട്ടില്ല, വ്യക്തമായ ഒരു പ്രസ്താവനയും ഉണ്ടായിട്ടില്ല. എന്നുകൊണ്ട് എന്നെ ശ്രവിക്കുന്ന നിങ്ങളുടെ മനസ്സിൽ അല്പം വ്യക്തത ലഭിക്കുവാൻ ഇടയാകട്ടെ എന്ന സതുദ്ദേശത്തോടു കൂടെയാണ് ഈ രാഷ്ട്രീയമായ വിഷയം രാഷ്ട്രീയമല്ലാത്ത വിധത്തിൽ നിങ്ങളുമായി ചിന്തിക്കാൻ ഞാൻ മുതിരുന്നത്. എൻ്റെ ദർശനം ആത്മീയം മാത്രമാണ്. എനിക്ക് രാഷ്ട്രീയമായ യാതൊരു നിലപാടുമില്ല, യാതൊരു താല്പര്യമില്ല, ഒരു അജണ്ടയും എനിക്കില്ല. കാരണം ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ളതാണ് എനിക്കില്ല എന്നതുകൊണ്ട് തന്നെ ഞാൻ രാഷ്ട്രീയമായ കാര്യങ്ങൾ പ്രതിപാദിക്കുമ്പോഴും രാഷ്ട്രീയമായ അജണ്ട ഇല്ലാതെയാണ് എന്നത് ഞാൻ ദൈവത്തിൻ്റെ മുൻപിൽ കാത്തു സൂക്ഷിക്കുന്ന എൻ്റെ ഹൃദയപരമാർത്ഥമാണ്. അപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, കഴിഞ്ഞ ഇലക്ഷൻ, ഗുജറാത്ത് ഇലക്ഷൻ, സ്റ്റേറ്റ് ഇലക്ഷന് മുൻപായി മീഡിയ പല വിധത്തിലുള്ള പ്രോഗ്രാമും ഇത് സംബന്ധിച്ച് നാഷണൽ ടെലിവിഷനിൽ അവതരിപ്പിച്ചതാണ്. അതിലൊരു പ്രധാനപ്പെട്ട അറിവ്, അവിടെ പോയി അവിടുത്തെ ജനങ്ങളുമായി, ഗുജറാത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളുമായി മാധ്യമപ്രവർത്തകർ സംവാദിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞത് BJP ആണ് ഗുജറാത്ത് ഭരിക്കുന്നത്. ഗുജറാത്ത് എപ്രകാരം ഭരിക്കപ്പെടുന്നു എന്നതിനെപ്പറ്റി ഞങ്ങൾക്ക് കാര്യമായ അതൃപ്തിയുണ്ട്. വി ആർ നോട്ട് അറ്റ് ഓൾ ഹാപ്പി വിത്ത് ദ ഗവർണൻസ് ഓഫ് ദ സ്റ്റേറ്റ് ബൈ ദ BJP ഗവൺമെൻറ് ഇൻ പവർ. എന്നാലും ഞങ്ങൾ മോദിക്ക് വോട്ട് കൊടുക്കുകയുള്ളൂ. അപ്പോൾ സംസ്ഥാനത്തെ ഭരണം മോശമാണ്, അത് മോദിയുടെ പോപ്പുലാരിറ്റിയെ ബാധിക്കുകയില്ല. പക്ഷേ മോദിയാണ് ആ പാർട്ടിയുടെ തലവൻ. ഇത് ഏറ്റവും വിചിത്രമായ ഒരു യാഥാർത്ഥ്യമാണ്. ഇത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇതിനെ നാം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ ഒരു കോൺഗ്രസ് നേതാവ്, നമുക്കറിയാം UPA 1 വളരെ വളരെ പോപ്പുലറായിരുന്നു. ഒരിക്കലും UPA 1 ശേഷം BJP അധികാരത്തിൽ വരുമെന്ന് ആരും BJP നേതാക്കന്മാർക്ക് നിരാശ മാത്രം അവശേഷിച്ചിരുന്നു. എന്നാൽ
UPA 2 ലക്ഷ്യം തെറ്റി കുറച്ച് സഞ്ചരിച്ചപ്പോൾ BJPയിൽ പ്രത്യാശ ഉണർന്നു. ഇതാണ് സത്യം. പക്ഷേ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ചില വ്യക്തികൾ അതിൽ അഴിമതി കാണിച്ചു. അത് യാഥാർത്ഥ്യമാണ്. അതിനെപ്പറ്റി എനിക്ക് ഉത്തമ ബോധമുള്ളതാണ്. ഞാൻ ആ വിഷയത്തെപ്പറ്റി കുറഞ്ഞത് 3 ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സുമായിട്ട് സംസാരിച്ച് എൻ്റേതായ വ്യാകുലതകൾ അവരെ അറിയിച്ചപ്പോൾ പൊതുജനം കഴുതയാണ്, ഇത് 10 ദിവസം കഴിഞ്ഞ് ഓർത്തിരിക്കുകയില്ല എന്ന പ്രതികരണമാണ് അവരിൽ നിന്ന് എനിക്ക് ലഭിച്ചത്. അന്ന് എനിക്കറിയാമായിരുന്നു ഇത് തകർന്നു പോകും. കാരണം സത്യത്തെ നിരാകരിച്ചുകൊണ്ട് ധാർമ്മികമായ മൂല്യങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു പാർട്ടിക്കും അധിക നാൾ കസേരയിലിരിക്കാൻ സാധ്യമല്ല എന്നത് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ മർമ്മമാണ്, ആർട്ടിക്കിൾ ഓഫ് ഫെയ്ത്താണ്. അപ്പോൾ എനിക്കറിയാം ഇവർ തകർന്നു പോകും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അതിൽ ചില ആളുകൾ വഴിവിട്ട് സഞ്ചരിച്ചത് കൊണ്ട് ആ പാർട്ടിയുടെ മുഴുവനും പോപ്പുലാരിറ്റി പോയി. എന്നാൽ ഇവിടെ നേരെ മറിച്ചാണ്. ആ പാർട്ടിയുടെ സംസ്ഥാനപരമായ സർക്കാരുകൾ സൽഭരണം നിലനിർത്തുന്നതിൽ പരാജയപ്പെടുമ്പോൾ അത് മോദിയുടെ പോപ്പുലാരിറ്റി അല്പം പോലും ബാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, അത് വളർത്തുകയാണ്. ഇതിനെ നാം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഇതാണ് എൻ്റെ ചോദ്യം. ഇതിനെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നറിയില്ല. എന്നാൽ എൻ്റെ ചില ചിന്തകൾ, വേണ്ട ഒരു ചിന്ത മാത്രം നിങ്ങളുമായി പങ്കിട്ടുകൊള്ളട്ടെ. നിങ്ങളിത് ചിന്തിക്കണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ ഈ ഒരു കാര്യം പ്രത്യേകിച്ച് 2013 തൊട്ട് 2013 തൊട്ട് വളരെ കാര്യക്ഷമമായി ശ്രദ്ധ ചെലുത്തി ചിന്തിക്കുന്ന കാര്യമാണ്. മോദിയുടെ ഭാരതത്തിൽ, പ്രത്യേകിച്ച് ഉത്തര ഭാരതത്തിലും പശ്ചിമ ഭാരതത്തിലും ഉള്ള പോപ്പുലാരിറ്റി, അത് അദ്ദേഹത്തിൻ്റെ ഭരണ നൈപുണ്യത്തെ കവച്ചു വയ്ക്കുന്നതാണ്. His popularity with the people is far, far in excess of his claimed good governance. സത്യം പറഞ്ഞാൽ എന്നെപ്പോലൊരു വ്യക്തി, എനിക്ക് അദ്ദേഹത്തിൻ്റെ സൽഭരണത്തിൻ്റെ വലിയ ഗുണഫലമൊന്നും കാണാൻ കഴിയുന്നില്ല. എന്നാൽ അത് പറഞ്ഞാൽ ഞാൻ പാകിസ്ഥാനിൽ പോകണമെന്ന് പറയും. അതുകൊണ്ട് ഞാനങ്ങനെ പറയുന്നില്ല. പറഞ്ഞാൽ ക്ഷമ ചോദിക്കുന്നു. എനിക്ക് പാകിസ്ഥാനിൽ പോകാൻ താല്പര്യമുണ്ട്. കാരണം പാകിസ്ഥാൻ്റെ അവസ്ഥ എന്താണ് എന്ന് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെപ്പറ്റി ഈ തരുണത്തിൽ ഞാൻ പ്രതിപാദിക്കുന്നില്ല. അപ്പോൾ മോദിയോടുള്ള ജനങ്ങളുടെ ആവേശം അത് വാസ്തവത്തിൽ അതുല്യമാണ്. അത് ആധുനിക ലോകത്തിൽ ഇപ്രകാരം സംഭവിക്കാമോ എന്നതിനെപ്പറ്റി നമുക്ക് അത്ഭുതം തോന്നേണ്ടതാണ്. പക്ഷെ നമ്മുടെ കൺമുൻപിൽ അത് സംഭവിക്കുന്നു. അതിന് എന്തെങ്കിലും കാരണമുണ്ടായിരിക്കും എന്നതാണ് വസ്തുത. ആ കാരണത്തെ അന്വേഷിച്ച് മനസ്സിലാക്കുന്നതിന് പകരം അത് EVM മെഷീൻ്റെ പ്രശ്നമാണെന്നും അല്ലെങ്കിൽ EDA ഇങ്ങനെ ഉപയോഗിക്കുന്നത് കൊണ്ടാണെന്നും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. തീർച്ചയായിട്ടുമുണ്ട്, അതൊരു പങ്ക് വഹിക്കുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന ഘടകങ്ങൾ മുഴുവനും നിങ്ങളെടുത്തു വെച്ചാൽ അതിൻ്റെ ആകെത്തുകയിൽ കൂടെ മോദി ഇന്ന് അനുഭവിക്കുന്ന ജനപ്രിയത, പോപ്പുലാരിറ്റി വിത്ത് ദ പീപ്പിൾ, അതിൻ്റെ പൂർണ്ണത മനസ്സിലാക്കാൻ സാധ്യമല്ല, ഒരിക്കലുമല്ല. ഇവയൊക്കെ അതിജീവിക്കുന്നൊരു പോപ്പുലാരിറ്റി ഉണ്ട്. ആ പോപ്പുലാരിറ്റി ഉള്ളത് കൊണ്ടാണ് മറ്റുള്ള കാര്യങ്ങളും ഈ ED പോലെയുള്ള സ്റ്റേറ്റ് ഏജൻസിയെ ഉപയോഗിക്കുന്ന വിധത്തിലുള്ള പ്രത്യേകതകളുമൊക്കെ അതിലേക്ക് പ്രവേശിക്കുവാൻ സാധ്യമാകുന്നത്. ഉദാഹരണമായിട്ട് നോട്ട് നിരോധനം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു സർക്കാരും അതിനുള്ള നട്ടല് കാണിക്കുകയില്ല. അല്ലെങ്കിൽ കാശ്മീർ, ജമ്മു ആൻഡ് കാശ്മീർ, അവിടെ ആർട്ടിക്കിൾ 370 ആബ്രോഗേറ്റ് ചെയ്ത കാര്യം ഒരു സർക്കാരും അതിന് തുനികയില്ല. അല്ലെങ്കിൽ ട്രിപ്പിൾ തലാക്ക് നിർത്തുന്നു, അത് ഒരു സർക്കാരും മുതിരുകയില്ല. അത് ചെയ്താൽ സർക്കാർ വീണു പോകും എന്നതായിരുന്നു മോദി ഭരണത്തിൽ വരുന്നത് വരെയുള്ള പൊതുവായ ധാരണ. ഞാൻ ഭരണകൂടങ്ങളുടെ കോറിഡോറിലും സഞ്ചരിച്ചിട്ടുള്ള വ്യക്തിയാണ്. എനിക്കറിയാം ചിന്തകൾ എപ്രകാരമാണ് ഇങ്ങനെയുള്ള സാധ്യതകളെ കാണുന്നത് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ മറ്റാരും ചെയ്യാൻ ധൈര്യപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുവാനായി മോദിക്ക് കഴിയുന്നത് അദ്ദേഹത്തിന് സാമാന്യ മർമ്മങ്ങളെ അതിജീവിക്കുന്ന വിധത്തിൽ ജനങ്ങളുടെ പ്രീതി സമ്പാദിക്കുവാൻ അദ്ദേഹത്തെ സഹായിക്കുന്ന ഒരു സാഹചര്യം
ഭാരതത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിനെപ്പറ്റി ആരും പരാമർശിക്കുന്നില്ല എന്നതുകൊണ്ടാണ് ഞാനത് ഇത് പറയുന്നത്. ഇനി അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഭാരതീയരുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? വേണ്ട, സംഘപരിവാറിനോട് നാളിതുവരെയും അല്ലെങ്കിൽ ഈ അടുത്ത നാൾ വരെയും അറപ്പും വെറുപ്പും ശത്രുതാ മനോഭാവവും മാത്രം വെച്ചു പുലർത്തിയിരുന്ന ക്രിസ്തീയ സമൂഹം, വിവിധ സഭകൾ, പ്രത്യേകിച്ച് സഭാ നേതാക്കന്മാർ, എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിയെ ദൈവത്തിനപ്പുറത്ത് ബഹുമാനിക്കുന്നത് എന്ന ഒരു ചോദ്യം നാം ചോദിക്കേണ്ടതാണ്. അങ്ങനെ ചെയ്യണമോ വേണ്ടായോ എന്നുള്ളതല്ല ഇപ്പോഴത്തെ എൻ്റെ പ്രശ്നം. അങ്ങനെ ചെയ്യുന്നുണ്ട്, അതാണ് യാഥാർത്ഥ്യം എന്നത് അംഗീകരിക്കുക, അല്ലെങ്കിൽ അത് മനസ്സിലാക്കുക, എന്തുകൊണ്ടങ്ങനെയാണ് എന്നത് അന്വേഷിച്ചറിയുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. അതാണ് നമ്മുടെ പൊതുവായുള്ള ആവശ്യം. അതുകൊണ്ടാണ് നിങ്ങൾക്കതിൽ താല്പര്യമുള്ളത്. അങ്ങനെ താല്പര്യമില്ലാത്തവർ ഈ വീഡിയോ കാണേണ്ട കാര്യവുമില്ല. അപ്പോൾ ഭാരതത്തിലെ ജനങ്ങളുടെ അവസ്ഥ എന്താണ്? എനിക്ക് പറയുവാൻ യാതൊരു മടിയുമില്ല. ഒരു വലിയ ശൂന്യത ഭാരതത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. നാം പ്രാവർത്തികമായി ചിന്തിക്കുമ്പോൾ മനസ്സിലാകും നമുക്കേവർക്കും ഒരു റോൾ മോഡൽ ആവശ്യമാണ്. എന്തുകൊണ്ടാണ് റോൾ മോഡൽ നമുക്ക് ആവശ്യം? റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ ഒരു കാറ്റലിസ്റ്റാണ്. ഇപ്പോൾ നമുക്കറിയാം, കെമിസ്ട്രിയിൽ കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ ആക്ഷൻ ഓർ റിയാക്ഷൻ ഉണ്ടാകണമെങ്കിൽ ഒരു കാറ്റലിസ്റ്റ് ഇടണം. അപ്പോൾ അതുവരെ സംഭവിക്കാത്ത, എന്നാൽ സംഭവിക്കാൻ സാധ്യതയുള്ള, സംഭവിക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്, പക്ഷേ സംഭവിക്കുന്നില്ല. അത് സംഭവിക്കാൻ ഒരു കാറ്റലിസ്റ്റ് ഉണ്ടാകണം. അത് മനുഷ്യൻ്റെ മാനസിക സൈക്കോളജിക്കൽ ആവശ്യമാണ്. അതില്ല എങ്കിൽ ഒരു ജനത മുഴുവനും ഉറക്കം തൂങ്ങി അവരുടെ സാധ്യതകളിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെട്ട് ഒരു രാഷ്ട്രത്തിൻ്റെയും അതിലെ വ്യക്തികളുടെയും ജീവിതം പാഴായിപ്പോകും. ഭാരതത്തിൻ്റെ വലിയൊരു ശാപം ഇവിടെയുള്ള അത്ഭുതകരമായ മാനവ വിഭവത്തിൻ്റെ വീര്യം ഒരിക്കലും രാഷ്ട്രനിർമ്മാണത്തിന് പ്രയോജനം നൽകത്തക്കവണ്ണം ഉപയോഗിക്കപ്പെട്ടിട്ടില്ല. The story of India is a tragic story of the chronic waste of immense national potential and energy. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ കേരളത്തിനായിരുന്നു തന്നെ പറഞ്ഞാൽ, കേരളീയർ കേരളത്തിന് വെളിയിൽ പോയാൽ ശോഭിക്കും. ഒരു 10-25 വർഷങ്ങൾക്ക് മുൻപ് ബഹ്റിനിൽ ഒരു കൺവെൻഷൻ മാത്രമല്ല, ചില കോൺഫറൻസ്, അതിൽ പ്രസംഗിക്കാനായിട്ട് എന്നെ ക്ഷണിച്ചു. ഞാനവിടെ ചെന്നപ്പോൾ അന്നവിടെ ഇപ്പോഴും വളരെ സ്വാധീനമുള്ള ഒരു മാധ്യമപ്രവർത്തകനാണ് സോമൻ ബേബി. അദ്ദേഹം ഓർത്തഡോക്സ് വിഭാഗക്കാരനാണ്, പക്ഷേ എന്നോട് വലിയ സ്നേഹവും ബഹുമാനവുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ഷണത്തിലാണ് ഞാൻ അവിടെ പോയത്. അദ്ദേഹം എന്നെ ബഹ്റിനിലെ രാജകുടുംബത്തിലെ മിനിസ്റ്റർ ഓഫ് ദ ഇൻറ്റീരിയർ, അതായത് പാലസിൻ്റെ കാര്യങ്ങളിലൊക്കെ ചുമതലയുള്ള ആ രാജകുടുംബത്തിലെ അംഗം പരിചയപ്പെടുത്തി. അപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞ വാക്കുകൾ ഞാൻ എപ്പോഴും ഓർക്കും. ഇംഗ്ലീഷിലാണ് സംസാരം. അദ്ദേഹം പറഞ്ഞു, "Your people are the backbone of my country. But I also know that if they are in your state എന്ന ഭാഗമാണ് ഉദ്ദേശിച്ചത്, കൺട്രി എന്നല്ല. But I know that if they are in your state, they will not do any work. എൻ്റെ രാജ്യത്തെ നിലനിർത്തുന്നത് നിങ്ങളുടെ മലയാളികളായ ആളുകൾ ഇവിടെ വന്ന് നല്ലതായി അധ്വാനിക്കുന്ന നമ്മുടെ കഴിവിൻ്റെ മികവ് കൊണ്ടാണ്. പക്ഷേ അവർ കേരളത്തിലാണെങ്കിലും ഒന്നും ചെയ്യത്തില്ല എന്നെനിക്കറിയാം" എന്നാണ് അദ്ദേഹത്തോട് പറഞ്ഞത്. ഒരിക്കലും മറക്കത്തില്ല. അപ്പോൾ അത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകതയാണ്. കേരളത്തിൻ്റെ സാധ്യതയുടെ ഒരു 5% ഈ സംസ്ഥാനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അത് ഭാരതത്തെ പറ്റിയും അന്വർത്ഥമുണ്ട്. പക്ഷേ ഭാരതത്തിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളെക്കാൾ ഏതെങ്കിലും ഒരു സംസ്ഥാനം അതിൻ്റെ തന്നെ നന്മയ്ക്കെതിരായിട്ട് വളരെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നത് കേരളമാണ്. അതുകൊണ്ട് ഇവിടെ പുല്ല് നട്ടാൽ കിളിക്കത്തില്ല. അപ്പോൾ ഇത് നാം മനസ്സിലാക്കുക. ഈ ഒരവസ്ഥ വളരെ വളരെ അപകടകരമാണ്. ഇവിടെ മനുഷ്യൻ അവൻ്റെ പൊതുജീവിതത്തിൽ പട്ടിണി അനുഭവിക്കുകയാണ്. എന്താണ്? ഇവിടെ ഒരു റോൾ മോഡൽ നമുക്കില്ല. ഒരുപക്ഷെ ലാസ്റ്റ് റോൾ മോഡൽ നമുക്ക് പറയാവുന്നത് നായനാരായിരിക്കും.
അല്ലെങ്കിൽ അതിന് മുമ്പ് സി അച്യുതമേനോനായിരിക്കും. അതിനുശേഷം രാഷ്ട്രീയമായി നോക്കുമ്പോൾ നാം ഇപ്പോൾ വളരെയധികം ഉമ്മൻചാണ്ടിയുടെ കാര്യമൊക്കെ പറയുന്നുവെങ്കിലും ഒരു റോൾ മോഡൽ എന്ന നിലയിൽ ഞാൻ അവസാനമായി കണ്ടത് ഇ കെ നായനാരാണ്. അതിന് മുൻപ് അതിനേക്കാൾ പ്രധാനമായ മഹത്തരമായി ഞാൻ കണ്ടത് സി അച്യുതമേനോനാണ്. അപ്പോൾ ഞാൻ വ്യക്തികളെ അധികം കേന്ദ്രീകരിച്ച് ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി ഉണ്ടെങ്കിൽ കുറഞ്ഞ അല്പസമയത്തേക്കെങ്കിലും സ്വാർത്ഥത വിട്ടിട്ട് ഒരു സംസ്ഥാനത്തിൻ്റെ പൊതുവായ നന്മയെ ലാക്കാക്കി മനുഷ്യർ പ്രവർത്തിക്കുവാൻ മനസ്സ് കാണിച്ചു വന്നിരിക്കും. പക്ഷേ അത് നൈമിഷികമായ ഒരു പ്രതിഭാസമാകയാൽ കേരളീയൻ അല്ലെങ്കിൽ മലയാളി എന്ന് പറയുന്ന ഈ ഒരു പ്രതിഭാസത്തിൻ്റെ സ്വഭാവത്തെ വേണ്ടതുപോലെ രൂപാന്തരപ്പെടുത്തി എടുക്കാനുള്ള കഴിവ് കേരളം കണ്ട രാഷ്ട്രീയ തലത്തിൽ കണ്ട ഒരു റോൾ മോഡലുകൾക്കും ഇല്ലായിരുന്നു എന്നതാണ് ഒരു സത്യം. അത് CMS ആണെങ്കിലും അച്യുതമേനോനാണെങ്കിലും നായനാരാണെങ്കിലും എല്ലാം തഥൈവ. ആ തലത്തിലുള്ള ലീഡർഷിപ്പിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഉദാഹരണമായിട്ട് ഞാൻ 1994 കൽക്കട്ട സന്ദർശിക്കുമ്പോൾ മദർ തെരേസയുമായി കുറച്ച് വിശാലമായ ഒരു കൂടിക്കാഴ്ച, ഒരു 45 മിനിറ്റ് നീണ്ടുനിന്നൊരു കൂടിക്കാഴ്ച സംഭവിച്ചു. ഞാൻ ആ വലിയ ആത്മാവിൻ്റെ സന്നിധിയിൽ മദർ തെരേസയുമായി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന ചിന്ത എന്താണ്? എനിക്ക് മദറിനെ പോലെ ആകാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ. എൻ്റെ റോൾ മോഡലാണ്. അങ്ങനെയുള്ള നമ്മുടെ ഉള്ളിലുള്ള നല്ല സാധ്യതകളെ ഉണർത്തിയിട്ട് അത് ബാഹ്യലോകത്തിലേക്ക് പ്രവഹിച്ചു വന്ന് ഒരു സമൂഹത്തിൻ്റെ അനുഗ്രഹമായി രൂപാന്തരപ്പെടുന്ന അവസ്ഥയെപ്പറ്റിയാണ് ഈ റോൾ മോഡൽ എന്ന പദം കൊണ്ട് ഞാൻ വിവക്ഷിക്കുന്നത്. അപ്പോൾ ഭാരതത്തിൽ പൊതുവെ ഭാരതത്തിൻ്റെ സാധ്യതകളെ ഒരു 5% പോലും പ്രയോജനപ്പെടുത്താൻ കഴിയാത്ത വിധത്തിൽ ഉറക്കം തൂങ്ങികളുടെ ഒരു രാജ്യമായി ഭാരതം കഴിയുകയാണ്. അപ്പോൾ അങ്ങനെ കഴിയുന്ന ജനത അവരുടെ അസ്തിത്വത്തിൻ്റെ ദാരിദ്ര്യം, എക്സിസ്റ്റൻഷ്യൽ പോവർട്ടി അവർക്കറിയാം. അതിനെപ്പറ്റി ആരും സംസാരിച്ചില്ലെങ്കിലും അവരുടെ മജ്ജയിലും മാംസത്തിലും അവരത് തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെയുള്ളൊരു ജനത്തിൻ്റെ ഏറ്റവും വലിയ മാനസിക ആവശ്യം, സൈക്കോളജിക്കൽ നീഡ് എന്താണ്? ഒരു ശക്തനായ ഒരു വ്യക്തി, ഒരു കെരിസ്മാറ്റിക് പേഴ്സൺ, നമ്മുടെ മനസ്സിൽ ഒരു ഗാംഭീര്യം ഉണർത്തുന്ന ഒരു വ്യക്തിത്വം. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ജനം അദ്ദേഹത്തോടങ്ങ് അടുക്കും. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പക്ഷത്ത് നിന്ന് എനിക്ക് ഭൗതികമായ വ്യക്തിപരമായ ഒരു ഗുണവും ലഭിച്ചില്ല എങ്കിലും അദ്ദേഹം ഒരു നന്മ എനിക്ക് ചെയ്യുന്നുണ്ട്. എന്താണ്? എൻ്റെ ഈ മാനസികമായ പട്ടിണിയിൽ നിന്ന് അല്പം ഒരു ആശ്വാസം. ഐ ഫീൽ സൈക്കോളജിക്കലി റിലീവ്ഡ് that there is somebody out there like Sri Narendra Modi to whom I can relate. എന്താ ആള്, എന്നാ വീര്യം, അധികാരം, നരേന്ദ്രമോദി അതിൽ നടന്നാൽ തീ പാറും എന്ന് പറയുമ്പോൾ ഞാനിപ്പോഴായിരിക്കുന്ന ഈ ഉറക്കം തൂങ്ങിയ ചൊറികുത്തിയിരിക്കുന്ന അനുഭവം, എൻ്റെ സാധ്യതകൾ മുഴുവനും ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് ഇപ്പോൾ വരെ ഉറക്കം തൂങ്ങിയാണ്. ഒന്ന് ഉണരാൻ, ഒന്ന് ജ്വലിക്കുവാൻ എല്ലാവർക്കും ആവശ്യമുണ്ട്. പക്ഷേ എനിക്കതിന് കഴിയുന്നില്ല. പിന്നെ ആകപ്പാടെ എന്താണ് ചെയ്യുന്നതിന്? ഇപ്പോൾ സൈക്കോളജിയിൽ വിക്കേറിയസ് സാറ്റിസ്ഫാക്ഷൻ എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. വിക്കേറിയസ്, പലപ്പോഴും ആളുകൾ വൈക്കേറിയസ് എന്നാണ് പറയുന്നത്. എൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ വിക്കേറിയസ് സാറ്റിസ്ഫാക്ഷൻ. അതാണ് എന്നെക്കൊണ്ടൊക്കാത്തത് മറ്റൊരാളിൽ കൂടെ ഞാൻ സാധിച്ചെടുക്കാം. എനിക്ക് ലൈഫ് ഇൻ ഓൾ ഇറ്റ്സ് ഫുൾനെസ് എന്ന് പറയത്തില്ല, യേശു പറഞ്ഞില്ലേ, സമൃദ്ധമായ ജീവൻ, അതിൻ്റെ 4 അലത്ത് വരാൻ എനിക്ക് കഴിയത്തുമില്ല. പിന്നെ അങ്ങനെ ഒരാൾ ദൂരെയുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇതുണ്ട്. അദ്ദേഹം ഇതാ തിളങ്ങുന്നു, അദ്ദേഹം എൻ്റെ നേതാവാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് അല്പം തിളക്കം എനിക്ക് കടമെടുക്കാൻ സാധിക്കും. ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, അതിന് എല്ലാ വ്യക്തികളും വലിയ 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 വില കൊടുക്കും. പിന്നെ എന്ത് സഹിക്കും? അങ്ങനെ ഒരാളിൽ നിന്ന് എന്ത് സഹിക്കും? അപ്പോൾ കേരളത്തിലെ മലയാളിയെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ മലയാളി ക്രിസ്ത്യാനി, സുറിയാനി ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെല്ലാവരെയും ഈ ആത്മീകമായ ശൂന്യത നന്നേ കഷ്ടപ്പെടുത്തുന്നുണ്ട്.
നാം പട്ടിണിയിലാണ്. നമുക്ക് ഇങ്ങനെ ഒരു ബിന്ദു വേണം, കേന്ദ്ര ബിന്ദു, ഒരു വ്യക്തിത്വത്തിൻ്റെ, തീവാറുന്ന വ്യക്തിത്വത്തിൻ്റെ ഒരു ബിന്ദു വേണം, എ പോയിൻ്റ് ഓഫ് കോൺസെൻട്രേഷൻ. അപ്പോൾ അതുണ്ടെങ്കിൽ അത് യേശു ആയിരിക്കണം. യേശു ആയിരുന്നു ഒരു കാലത്ത്. പക്ഷേ യേശുവിനെ നമ്മൾ തള്ളിക്കളഞ്ഞിട്ട് ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് നാളേറെ ആയില്ലേ. അവിടെ ഒരു ശൂന്യതയാണ്. ആ ശൂന്യതയിലേക്ക് ഇതാ ശ്രീ നരേന്ദ്രമോദി ഇറങ്ങി വരുന്നു. അത് അദ്ദേഹത്തിൻ്റെ കഴിവാണ്, അദ്ദേഹത്തിൻ്റെ കഴിവ്. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ശ്രീ നരേന്ദ്രമോദിയെ പറ്റി ഒരു ആരാധനയുണ്ട്, ആരാധന. ഇപ്പോൾ ഭാരതത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആരാധിക്കപ്പെടുന്ന ദൈവം നരേന്ദ്രമോദിയാണ് എന്നതിന് യാതൊരു സംശയമില്ല. ശ്രീരാമൻ അതിൻ്റെ ഒരു ഭാഗമാണ്, അതിൻ്റെ ഒരു മിറർ ഇമേജാണ്. അങ്ങനെയാണ് ഇപ്പോൾ ഡെവലപ്പ് ചെയ്തു വരുന്നത്. ശ്രീ നരേന്ദ്രമോദി ഈസ് റിയൽ ഗോഡ്. ആ യഥാർത്ഥ ദൈവത്തിൻ്റെ ഒരു കണ്ണാടിയിലെ പ്രതിബിംബം എന്ന പോലെ, കണ്ണാടിയിൽ നാം കടമൊഴിയായി കാണുന്നു എന്ന് പറയുന്ന പോലെ ഇതാ ശ്രീരാമൻ എന്ന് പറയുന്ന ദൈവം. അതുകൊണ്ടാണ് രാമക്ഷേത്രം നിർമ്മിക്കുമ്പോൾ അതിൻ്റെ പ്രധാന എന്താ പറയുന്നത്, കാർമ്മികത്വം നരേന്ദ്രമോദിക്ക് മാത്രമേ അവകാശമാകുകയുള്ളൂ. അതാണ് അതിൻ്റെ ന്യായം. അങ്ങനെയാണ്. അതിന് പറയും ശങ്കരാചാര്യന്മാരെ അവിടെ കൊണ്ടുവച്ചാൽ എന്താണ് പ്രയോജനം? 4 ശങ്കരാചാര്യന്മാർ അവിടെ ഇവിടെ ഇരുന്നുകൊണ്ട് ഇപ്പം പിറുപിറുക്കെയാണ്, ഞങ്ങളെ തഴഞ്ഞല്ലോ, തഴയും നിങ്ങളെ കൊണ്ട് ലോകത്തിന് എന്താണ് പ്രയോജനം? നിങ്ങൾ ഈ ശൂന്യതകളുടെ വ്യക്തിത്വങ്ങളല്ലേ. നിങ്ങളെ 4 പേരെയും ഒരു തട്ടിൽ വെച്ചാൽ, മറ്റേ തട്ടിൽ നരേന്ദ്രമോദി വെച്ചാൽ നിങ്ങൾ ആകാശത്തിലേക്ക് പോകും, നരേന്ദ്രമോദി താഴെ വരും. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വ ഗാംഭീര്യം അത്ര വലുതാണ്. പക്ഷേ ആ വലിപ്പം, ഇനി അതുകൂടെ പതിയെ നിർത്താം, ആ വലിപ്പം അവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണ് പ്രശ്നം? ആ വലിപ്പം അത് അർഹിക്കുന്നതിനേക്കാൾ 1000 മടങ്ങ് വലിപ്പത്തിൽ ഊതി വീർപ്പിച്ച് നമുക്ക് തോന്നുന്നതിൻ്റെ കാര്യം, നമ്മുടെ പട്ടിണി, ആത്മീകവും ബൗദ്ധികവും സാംസ്കാരികവും വൈകാരികവുമായ നമ്മുടെ പട്ടിണി അത്ര ഘോരമായിട്ടാണ്. ഉദാഹരണമായിട്ട് സാധാരണ ഒരു ചപ്പാത്തി കണ്ടാൽ നമ്മളതിന് വലിയ വില കൊടുക്കാറില്ല. എന്നാൽ 10 ദിവസമായിട്ട് 1 മണി ചോറോ ഒരു കഷ്ണം ചപ്പാത്തിയോ കഴിക്കാൻ വകയില്ലാതിരുന്നൊരു വ്യക്തി, അവൻ്റെ മുമ്പിൽ ഈ ചപ്പാത്തി കാണിച്ചാൽ ആ ചപ്പാത്തി അവന് ദൈവമാണ്. അവൻ വീണ് നമസ്കരിക്കും. അവൻ വേണേൽ കിടന്ന് 100 തവണ ഉരുളും ആ ചപ്പാത്തി കൊടുക്കാമെന്ന് പറഞ്ഞാൽ. ആ ചപ്പാത്തി അവനെ സംബന്ധിച്ചിടത്തോളം സൂര്യനേക്കാൾ തേജസ്സുള്ളതാണ്. അപ്പോൾ അത് ആ ചപ്പാത്തി അതിൽ തന്നെ അർഹിക്കുന്ന പ്രാധാന്യമോ വലിപ്പമോ മഹാത്മ്യം കൊണ്ടല്ല, ഈ ഉരുളുന്ന മനുഷ്യൻ്റെ വിരളിപ്പ് കൊണ്ടാണ്, അവൻ്റെ പട്ടിണി കൊണ്ടാണ്. നാം എല്ലാവരും ഈ വൈകാരികവും ആധ്യാത്മികവും ധാർമ്മികവുമായ പട്ടിണി അനുഭവിക്കുന്നവരാണ്. ക്രിസ്ത്യാനികളെന്നോ ഹിന്ദുക്കളെന്നോ മുസ്ലിങ്ങളെന്നോ യാതൊരു വ്യത്യാസവുമില്ല. നാം പട്ടിണിയിൽ വസിക്കുന്നവർ. ഇതിന് പ്രധാനപ്പെട്ട കാരണം മതങ്ങളുടെ സാരഥ്യം വഹിക്കുന്ന ആളുകളാണ്. അവർ എട്ടും പൊട്ടും അറിയാത്തവരാണ്. അവർ കൈകാര്യം ചെയ്യുന്ന ആത്മീയമായ വിഭവങ്ങളുടെ മാഹാത്മ്യം എന്തെന്ന് തിരിച്ചറിയാൻ കഴിവില്ലാത്തവരാണ്. അന്ധരെ വഴി കാണിക്കുന്ന പരിപാടി ഇതാണെന്ന് യേശു 2000 വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞതാണ് സത്യം. അങ്ങനെ തപ്പിത്തറഞ്ഞ് നടക്കുന്ന അന്ധരായ ആളുകൾക്ക് അവിടെ ഒരു ചിലപ്പം പ്രകാശമുണ്ടെന്ന് പറഞ്ഞാൽ അവരങ്ങോട്ട് പോകുന്നതിൽ യാതൊരു അതിശയവും ഞാൻ കാണുന്നില്ല. ഞാൻ ആ മോദിയെ ന്യായീകരിക്കാനോ ഒന്നുമല്ല എന്ന് നിങ്ങൾ ദയവായി മനസ്സിലാക്കുക. സത്യം ഞാൻ പറയുന്നുവെന്ന് മാത്രം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ എത്രയോ കേരളത്തിലെ ക്രിസ്ത്യാനികളുമായി സംസാരിക്കുമ്പോൾ അവരൊക്കെ പറയുന്നത്, മോദിയാണ് എന്തെങ്കിലും ബഹുമാനം ആരെങ്കിലും അർഹിക്കുന്നുണ്ടെങ്കിൽ അതിന് യോഗ്യൻ, അദ്ദേഹത്തിനൊരു അവസരം കൊടുക്കണം എന്ന ചിന്തയിലാണ്, അതിനുള്ള തത്രപ്പാടിലാണ് നമ്മുടെ മെത്രാന്മാർ. അതുകൊണ്ടാണ് നമ്മുടെ മെത്രാന്മാർ മോദിയെ ഒന്ന് കാണാനോ അടുത്തുനിന്ന് നിൽക്കാനോ അവസരമുണ്ടെന്ന് പറയുമ്പോൾ അവരെ തന്നെ മറന്ന്, ഞാൻ പറഞ്ഞില്ലേ 10 ദിവസം ആഹാരം കഴിക്കാത്തൊരു വ്യക്തിയുടെ മുമ്പിൽ ആട്ടുന്ന ചപ്പാത്തി പോലെ അവർ ആരാധനാ മനോഭാവം. യേശു അവിടെ നിൽക്കുന്ന, മോദി അവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ യേശുവിനോട് പറയുമ്പോൾ പണി നോക്കാൻ പറയും, മോദിയുടെ കാലിൽ വീഴും. അത് അങ്ങനെ ഒരു അവസ്ഥയിൽ നാം ആയിരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ്. ഞാനതിനെ കൊച്ചാക്കാനെ പറയുന്നതല്ല. നാം ആയിരിക്കുന്ന അവസ്ഥയുടെ സത്യാവസ്ഥ നാം തിരിച്ചറിയണമെന്ന് മാത്രം ഉദ്ദേശിച്ച് ഞാൻ പറയുകയാണ്. അതുകൊണ്ട്
ഈ നമ്മുടെ മുൻപിൽ ഇപ്പോൾ ഉരുവായിരിക്കുന്ന, ഭാരതത്തെ മുഴുവനും ഇപ്പോൾ നിറച്ച് കഴിഞ്ഞിരിക്കുന്ന ഈ പുതിയ രാഷ്ട്രീയ അവസ്ഥ, അതിലടങ്ങിയിരിക്കുന്ന മർമ്മം, അതിൻ്റെ കേന്ദ്രബിന്ദുവായി വിലസുന്ന ശ്രീ നരേന്ദ്രമോദി, അദ്ദേഹത്തോട് ഈ രാജ്യത്തെ ജനമാകമാനം കാണിക്കുന്ന ബഹുമാനവും അവർ ഉള്ളിൽ അനുഭവിക്കുന്ന രാഷ്ട്രീയ ദാഹവും എന്താണ് ഒന്ന് മനസ്സിലാക്കാനുള്ള ചെറിയ ഒരു ശ്രമം മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്തത്. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാകണമെന്നോ ആത്യന്തികമായി നിലനിൽക്കണമെന്നോ ഞാൻ വിചാരിക്കുന്നില്ല. ചില ചിന്തകൾ ഞാൻ നിങ്ങളുമായി പങ്കിടുന്നത് നിങ്ങൾ ഈ വിഷയത്തെപ്പറ്റി തുടർന്ന് ചിന്തിക്കണം എന്ന് അപേക്ഷിക്കാൻ മാത്രമാണ്. ഏതായാലും ആത്യന്തികമായി സത്യം മാത്രം നിലനിൽക്കും. എന്നാൽ ആ സത്യത്തെ അന്വേഷിക്കുകയും മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നിലപാടെടുക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ കടമയാണ്. ലോകപ്രശസ്ത മാധ്യമ പ്രവർത്തകയായ ക്രിസ്റ്റ്യൻ അമാൻപോർ, നിങ്ങൾക്കറിയാം, CNN കേബിൾ ന്യൂസ് നെറ്റ്വർക്കിൻ്റെ ഏറ്റവും പ്രസിദ്ധിയാർജിച്ച മാധ്യമപ്രവർത്തക ക്രിസ്റ്റ്യൻ അമാൻപോറാണ്, നിങ്ങൾക്കറിയാം. അവർ അമേരിക്കയുടെ പൂർവ്വ പ്രസിഡൻ്റായ ഒബാമയെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ചോദിച്ച ഒരു ചോദ്യം, വിൽ ഡെമോക്രസി പ്രിവെയിൽ എന്നാണ്. ഡെമോക്രസിക്ക്, ജനാധിപത്യ ഭരണത്തിന് ഇനി ഭാവി ഉണ്ടാകുമോ? ഒരു വലിയ പ്രതിസന്ധിയിലാണ്. ഡെമോക്രസി ഈസ് ഇൻ ക്രൈസിസ്. ജനാധിപത്യ ഭരണം മരിച്ചു പോകുമോ എന്ന് ബരാക്ക് ഒബാമയോട് ക്രിസ്റ്റ്യൻ അമാൻപോർ ചോദിച്ചപ്പോൾ ഒബാമ എന്താണ് മറുപടി പറഞ്ഞത്? ഡെമോക്രസി വിൽ പ്രിവെയിൽ ഇഫ് വി ഫൈറ്റ് ഫോർ ഇറ്റ്. ഡെമോക്രസി എങ്ങനെ അത് തന്നെ പിടിച്ചു നിൽക്കും എന്നാരും വിചാരിക്കേണ്ട. ഡെമോക്രസി അല്ലെങ്കിൽ ജനാധിപത്യ ഭരണം നിലനിൽക്കണമെന്ന് താല്പര്യപ്പെടുന്ന എല്ലാവർക്കും അതിനെ നിലനിർത്താനും ഒരു ചുമതലയുണ്ട്. അതുപോലെ ട്രൂത്ത് വിൽ ട്രയംഫ്. ശരിയാണ്, പക്ഷേ ട്രൂത്ത് വിൽ ട്രയംഫ് പ്രൊവൈഡഡ് വി സ്റ്റാൻഡ് ഫോർ ഇറ്റ്. ആൻഡ് ഹൗ ക്യാൻ വി സ്റ്റാൻഡ് ഫോർ ഇറ്റ് അൺലെസ് വി സീക്ക് ഇറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഇതാണ് സത്യം. അപ്പോൾ ഇതൊന്നുമില്ലാതിരിക്കുന്ന ശൂന്യതയിൽ മാത്രം ആണ്ടുകിടക്കുന്ന ഒരു ജനത്തിന് പിടിച്ചു നിൽക്കാൻ ഒരു പുളിങ്കമ്പ് വേണം. ഇപ്പോൾ ഭാരതത്തിൽ ഒറ്റ പുളിങ്കമ്പേ ഉള്ളൂ, അതാണ് ശ്രീ നരേന്ദ്രമോദി. എന്നാൽ ശ്രീ രാഹുൽ ഗാന്ധി മറ്റൊരു സാധ്യത തെളിയിക്കുവാനായി തത്രപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ വളരെ വളരെ മാഹാത്മ്യമായ ചില അനുമാനങ്ങളുണ്ട്, ചില അസംഷൻസ് ഉണ്ട്. അതിൻ്റെ വില മനസ്സിലാക്കാൻ ഭാരതത്തിലെ ആളുകൾക്ക് ഇപ്പോൾ കഴിയുന്നില്ല. കാരണം ഇതുവരെ പറഞ്ഞത് തന്നെയാണ്, ഈ പട്ടിണിയിൽ ദാരിദ്ര്യത്തിലിരിക്കുന്ന ആളുകൾക്ക് ആദർശമല്ല വേണ്ടത്, മറ്റൊരു വൈകാരികമായ ഒരു സംതൃപ്തിയാണ് വേണ്ടത്. ആദർശങ്ങളും വൈകാരികതയും തമ്മിലുള്ള ഈ സംഘർഷത്തിൽ വൈകാരികത ജയിക്കും, ആദർശങ്ങൾ പരാജയപ്പെടും. അതൊരു ജനതയുടെ പാപ്പരത്വത്തെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ അപ്രകാരം ഇരിക്കുന്ന ജനത വലിയ അപകടത്തിലേക്ക് വഴുതിപ്പോവുകയും ഒരു പക്ഷേ നാളിതുവരെയും കാണാത്ത വിധത്തിലുള്ള വലിയ വലിയ പ്രതിസന്ധിയിലേക്ക് നാം സ്വമേധയാൽ നടന്നു പോവുകയും ചെയ്യും. ഇനിയും അങ്ങോട്ടുള്ള നാളുകൾ എളുപ്പമാകുകയില്ല. രാത്രി വരാറായി, അതിനുവേണ്ടി തയ്യാറെടുക്കുന്നതാണ് ബുദ്ധി എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ ആ വിഷയം കൈവിടുകയാണ്. എവർക്കും നന്ദി.